ചോദ്യം ചോദിക്കുന്നു നബിയെ. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരം, ശരിയായ ഉത്തരം ഒരു പ്രവാചകനല്ലാതെ മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല. ഇന്നി സായിലുക അൻ സലാസിൻ ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യ്. ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയാത്ത 3 ചോദ്യങ്ങളെന്ന് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. തങ്ങൾ പറഞ്ഞു, സൽ, നീ ചോദിച്ചോളൂ അബ്ദുല്ലാഹി ഇബ്നു സലാമേ, ചോദിച്ചോളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി ബിഅവ്വലി അശ്റാത്തിസ് സാഅ വഅഖ്ബിർനി ബിഅവ്വലി തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. നബിയേ, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ വരികയാണ്. അതിൽ 3ാമത്തെ ചോദ്യം, അഖ്ബിർനി ബിഅവ്വലി അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ, വലിയ അടയാളങ്ങളിൽ, ഏറ്റവും അരികത്തേക്ക് വരുന്ന അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്തായിരിക്കും? രണ്ടാമത്തേത്, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അവരാദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും നബിയേ? സ്വർഗവാസികൾ തിന്നുന്ന ആദ്യ ഭക്ഷണം, ഒരു സ്റ്റാർട്ടർ ഉണ്ടാവില്ലേ, ഒരു അപ്പറ്റൈസർ ഉണ്ടാവില്ലേ, ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവില്ലേ? എന്താണ് സ്വർഗവാസികൾ ആദ്യം കഴിക്കുന്നത്? അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. 3ാമത്തെ ചോദ്യം, വമാ ബാലുൽ വലദി യുൻസഉ ഇലാ അബീഹി ഔ ഇലാ ഉമ്മിഹി. എന്താണ് നബിയെ കുഞ്ഞുങ്ങൾ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും രൂപസാദൃശ്യവും സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്നത്? ഒരു കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും എങ്ങനെയാണ്? ഈ 3 ചോദ്യങ്ങൾക്ക് 6ാം നൂറ്റാണ്ടിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്. ജൂത പണ്ഡിതൻ വേദഗ്രന്ഥം പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞു, ഒരു പ്രവാചകനല്ലാതെ, അള്ളാഹു നൽകുന്ന ഇൽമു കൊണ്ടല്ലാതെ ഇതിനുത്തരം പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, അഖ്ബറനീ ബിഹിന്ന ജിബ്രീലു ആനിഫാ. ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ എനിക്കതിന്റെ ഉത്തരം വന്ന് പറഞ്ഞു തന്നു. അത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ പറഞ്ഞു, നബിയെ, നിങ്ങൾക്കറിയുമോ ജൂതന്മാർ മലക്കുകളിൽ ഏറ്റവും വെറുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജൂതന്മാർക്ക് ഇഷ്ടമല്ല എന്ന് നബിയെ അങ്ങേക്കറിയില്ലേ? നിങ്ങൾക്കറിയാമത്. ആയത്തിറങ്ങുകയാണ്, قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. ആരെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാമിന് എതിരാണെങ്കിൽ, ജിബ്രീൽ അലൈഹിസ്സലാം ആരുടെയെങ്കിലും ശത്രുവാണെങ്കിൽ, ഫഇന്നഹു നസ്സല, അറിയണം ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ വിശുദ്ധ വചനം ഹബീബിന് ഇറക്കി കൊടുത്തത്. അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, ഹബീബായ നബിയെ, അങ്ങയുടെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് ഇത് ഇറക്കിയത്. ജൂതന്മാർക്ക് ജിബ്രീൽ തങ്ങളോട് വെറുപ്പുണ്ടായതിൽ പിന്നെ അല്ലാഹു ആ ഒരു വിഷയത്തെ തിരുത്താൻ ഇറക്കിയ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 98ാമത്തെ ആയത്തുകൾ. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കാൻ പോകുന്നു, അബ്ദുല്ലാഹി ഇബ്നു സലാമേ, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് മറുപടി തന്നു. ഈ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നതാണ്. ഹബീബായ നബി തങ്ങൾ മറുപടി പറയുന്നു, അമ്മാ അവ്വലു അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്ന വലിയ അടയാളങ്ങളുടെ ഭാഗമായി വരുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതിന് നബി തങ്ങൾ മറുപടി പറയുന്നു, ഫനാറും മിനൽ മശ്രിഖ് തഹ്ശുറുൻ നാസ ഇലൽ മഗ്രിബ്. കിഴക്കൻ രാജ്യത്ത് നിന്ന് ഒരു തീ പുറപ്പെടലാണ്. ആ തീയിന്റെ വരവ് കാരണം
അതിന്റെ മുമ്പുള്ള രാജ്യക്കാരെല്ലാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുകയും ഫലസ്തീനിലേക്ക് അഭയം പ്രാപിക്കുന്നവരെ അവരോടും. അങ്ങനെ അർളുൽ മഹ്ശരി വൽ മൻശർ, ഷാം എന്ന് പറയുന്ന പ്രദേശം അല്ലാഹു തആല വിചാരണക്ക് സജ്ജമാക്കുന്ന ഭൂമിയാണെന്ന് ഹബീബായ നബി തങ്ങൾ പറയാറുണ്ട്. യമനിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീ ആളുകളെ ആ തീ മഹ്ശറയുടെ ഭൂമിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമത്രേ. അതാണ് അവ്വലു അശ്റാത്തിസ് സാഅ എന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുത്തു. ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല. അടുത്ത ചോദ്യം, എന്താണ് അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്നah? സ്വർഗവാസികൾ തിന്നുന്ന ഏറ്റവും ആദ്യത്തെ ഭക്ഷണം ഏതാണ്? അല്ലാഹു സ്വർഗത്തിലെത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഏതാണ് ആ ഭക്ഷണം എന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കി. ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ? ഹരിസോ, എന്തെങ്കിലും ഉത്തരം അറിയുന്നുണ്ടോ? എന്താണ്? മാഷാ അല്ലാഹ്, ഉത്തരം പറഞ്ഞിട്ടോ? രണ്ടത്താണില്ല, ഹാരിസാണിത്, അബുദാബിയിലാണ്. മാഷാ അല്ലാഹ്. ആദ്യം സ്വർഗവാസികൾ തിന്നുന്നത് ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെയുള്ള ഒരു സോഫ്റ്റ് ഇറച്ചിയുണ്ടത്രേ. സിയാദത്തു കബിദിൽ ഹൂത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വർഗത്തിലെ മീനാണ്, നമ്മളെ മരുന്നിട്ട് വരുന്ന മീനല്ലത്. സിയാദത്തു കബിദിൽ ഹൂത്ത്, വലിയ സൈസുള്ള മത്സ്യങ്ങൾക്കാണ് ഹൂത്ത് എന്ന് പറയാം. അതിന്റെ ലിവറിന്റെ മീതെ കാണുന്ന ഒരു സോഫ്റ്റ് നല്ല രുചിയുള്ള ഒരു മാംസമുണ്ട്. അതാണത്രേ കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെയാണ്, കുക്ക് ചെയ്തിട്ടാണോ അത് സ്റ്റീം ചെയ്തതാണോ അതൊന്നും നമുക്കറിയില്ല. കിട്ടിയാൽ മതി. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു ഉത്തരാണത്. സിയാദത്തു കബിദിൽ ഹൂത്ത്, വലിയ ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെ കാണുന്ന സോഫ്റ്റ് മാംസമാണത്രേ. ഇപ്പൊ സാൽമൺ ഫിഷ് ഒക്കെ പച്ചയിൽ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സലഡിലേക്ക് കൂട്ടുന്ന കാണാൻ പറ്റും. പച്ചയിൽ തിന്നാൻ പറ്റുന്ന സ്വർഗവാസികൾക്ക് അല്ലാഹു നൽകുന്നത് ഒരു മത്സ്യത്തിന്റെ കരളിനോട് ചേർന്ന് നിൽക്കുന്ന, ലിവറിനോട് ചേർന്ന് നിൽക്കുന്ന സോഫ്റ്റായ ഒരു ഇറച്ചി കഷ്ണമാണത്രേ സിയാദത്തു കബിദിൽ ഹൂത്ത്. ഇതൊക്കെ ജൂതന്മാർക്ക് അവരുടെ കിതാബിൽ വായിച്ച് പരിചയമുണ്ട്. അതുകൊണ്ടാണ് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ നബിയെ പരീക്ഷിക്കാൻ, സത്യസന്ധനായ നബിയാണോ, ഇസ്ലാം സ്വീകരിക്കാൻ പോവാൻ. അതിന് മുമ്പ് അദ്ദേഹം ചോദിച്ച ചോദ്യമാണിത്. മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് നബിയെ ആൺകുഞ്ഞും പെൺകുഞ്ഞുമാകുന്നത്? ആണും പെണ്ണുമാകുന്നത് എങ്ങനെയാണ്? ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ വഅമ്മൽ വലദു ഇദാ സബഖ മാഉർ റജുലി മാഅൽ മർഅ നുസിഅൽ വലദ് وإذا سبق ماء المرأة ماء الرجل نزعت الولد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോ ഉമ്മയുടെ ഗർഭാശയത്തിൽ പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും ഇത് രണ്ടുമുള്ള മത്സരത്തിൽ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷബീജമാണെങ്കിൽ പുരുഷബീജമാണ്. ആ പരസ്പരമുള്ള യാത്രയിൽ, മത്സരത്തിൽ ഒന്ന് മറ്റൊന്നിനെ സബഖ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ഓടുമ്പോഴാണ് സബഖ എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടും ഗർഭാശയ ഭിത്തിയെ തുളക്കാനുള്ള ഓട്ടത്തിൽ പുരുഷബീജത്തിന്റെയും സ്ത്രീ അണ്ഡത്തിന്റെയും ഒരുമിച്ചുള്ള യാത്രയിൽ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷന്റേതാണെങ്കിൽ കുഞ്ഞ് ആണായിട്ട് വരുന്നു, അത് സ്ത്രീയുടേതാണെങ്കിൽ കുഞ്ഞ് പെണ്ണായിട്ട് വരുന്നുവെന്ന് ഒരു സ്കാനിങ്ങും ഇല്ലാത്ത കാലത്ത്, ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത കാലത്ത്, ഗർഭാശയ ഭിത്തിയെ തുളച്ചു കയറുന്ന വിധം സ്പേം സെല്ലുകൾക്ക് യാത്രയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. അല്ലാഹു ഏകനാണ്, അവനല്ലാതെ മഅബൂദുൻ ബിഹഖില്ല എന്നും സാക്ഷ്യം വഹിക്കുന്നു. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൽ യഹൂദ ഖൗമുൻ
ബഹ്ത് നബിയേ ഇദാ അലിമു ബിഇസ്ലാമി സയദഊന മിൻ മകാനതി നബിയേ ഒരു സംസ്കാരമോ മൂല്യമോ ഇല്ലാത്ത ജനങ്ങളാണ് ജൂതന്മാർ. ഞാൻ മുസ്ലിമായി എന്നറിഞ്ഞാൽ അവരെന്നെ ഇടിച്ചു താഴ്ത്തുന്നത് കാണാൻ കഴിയും. ഫസ്അൽഹും അന്നി ഞാൻ മുസ്ലിമായ വിവരം അവരോട് പറയുന്നതിന്റെ മുമ്പേ നബിയെ എന്നെ പറ്റിയൊന്ന് ചോദിച്ചു നോക്കിൻ. എന്നിട്ട് ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അവരെന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേൾക്കിൻ നബിയെ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ ഹബീബിന്റെ റൂമിന്റെ വാതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു. സ്വഹാബിമാർ കുറെ ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്നു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് തങ്ങൾ ചോദിക്കുകയാണ്. ഹബീബായ തങ്ങൾ ചോദിച്ചു, മാ തഖൂലൂന ഫീ അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് ജൂതന്മാരെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഖൈറുനാ വബ്നു ഖൈരിനാ, ഞങ്ങളിലെ ഏറ്റവും നല്ല ആളാണ്, ഞങ്ങളിലെ ഏറ്റവും നല്ല മഹാന്റെ മോനാണ്. വഅഅലമുനാ വബ്നു അഅലമിനാ, ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളാണ്, ഏറ്റവും വിവരമുള്ള ആളിന്റെ മകനുമാണ്. നിബിതങ്ങൾ ചോദിച്ചു, അവര് മുസ്ലിം ആവുകയാണെങ്കിലോ? അവര് പറഞ്ഞു, അല്ലാഹ് കാക്കട്ടെ, മുസ്ലിമാവേ എന്ന് ചോദിച്ചു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ വാതിന്റെ പിറകിൽ നിന്ന് ഇറങ്ങി വന്നു. മഹാൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞപ്പോൾ ജൂതന്മാർ, ഇന്നഹു ശർറുനാ വബിനി ശർരിനാ, ഇയാൾ ഞങ്ങളിലെ ശർറാണ് നബിയെ, ഞങ്ങളുടെ ശർറിന്റെ മോനാണ്. അതെ, അവര് പറഞ്ഞു, വജാഹിലുനാ വബിനി ജാഹിലിനാ, ഞങ്ങളുടെ ജാഹിലാണ് ഇയാൾ, ജാഹിലിന്റെ മകനാണ്. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നിവരോട് വലിയ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നിബിതങ്ങളോട് ചോദിച്ചതിലുണ്ട്, ആണും പെണ്ണും വമാ ഖലഖദ് ദഖറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇനി പറയുന്നു, ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ വിഷയം അവിടെയാണ്. കർമ്മ ഭൂമിയിലെ വിവിധങ്ങളായ വഴികളാണ് നമ്മുടെ വിഷയം. ഹബീബായ നബി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ അധ്വാനങ്ങളും വ്യത്യസ്തമാണ്. ഇന്ന സഅയകും ലശത്താ, നമ്മൾ അധ്വാനിക്കേണ്ടവരാണ്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാശിയ, ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. അല്ലാഹു തആല ഈ ലോകത്ത് അധ്വാനിക്കുകയും ആ അധ്വാനം എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ കുറിച്ച്, ഇന്ന സഅയകും, നമ്മൾ അധ്വാനിക്കേണ്ടവരാണ്, സഅയ് ചെയ്യണം. ആ സഅയ് ഹസനായിരിക്കണം, നല്ലതായിരിക്കണം, സയ്യി ആവരുത്, മോശമാവരുത്. ആമിലത്തുൻ നാസിബ, ചില ആളുകൾ അധ്വാനിച്ച് ക്ഷീണിച്ച് തളരുന്നവരാണ്. എന്നിട്ടോ തസ്ലാ നാറൻ ഹാമിയ, നാളെ നരകത്തിലേക്കാണ്. ബാങ്ക് ജോലി, പലിശയുടെ ഇടപാടുകൾ, ഈ ബാങ്ക് ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ്. അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യലാണ്. ഒരക്ഷരങ്ങൾ പോയ ഒരു ഡിജിറ്റ് നഷ്ടമായാൽ സ്വന്തം സാലറിയും പോരെയും വെക്കേണ്ടി വരും കൊടുക്കണമെങ്കിൽ. അത്രയും ടെൻഷൻ പിടിച്ച ജോലിയാണ്. ഊണുമില്ല, ഉറക്കമില്ല, പക്ഷേ പലിശയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു, തളർന്ന് ക്ഷീണിച്ചു, പക്ഷേ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നരകശിക്ഷ അനുഭവിക്കേണ്ട കുറ്റമാണ്. ഇവിടെ ക്ഷീണം, നാളെ ശിക്ഷയും. അമൃതങ്ങൾ ഷാമിലേക്ക് പോകുന്ന വഴിയിൽ ക്രിസ്തീയ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും, ക്രിസ്തീയ ചർച്ചകൾ ഒരുപാട് കാണാൻ കഴിയും. നമ്മളൊക്കെ മസ്ജിദുൽ അഖ്സ കാണാൻ വേണ്ടി യാത്ര പോകുന്ന പോലെ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഈസാ നബി യേശുക്രിസ്തുവിന്റെ നാട് കാണാനെന്ന് പറഞ്ഞ് എത്രയോ ക്രിസ്ത്യാനികൾ യാത്ര വരുന്നുണ്ട് ഫലസ്തീനിലേക്ക്. അവർക്കും അതൊരു സിയാറത്ത് യാത്രയാണ്. മറിയം ബീവി, ഈസാ നബിയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ അവർ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അവിടെ അടയാളപ്പെടുത്തിയിട്ടിരിക്കട്ടെ. ക്രിസ്തീയനായ പുരോഹിതൻ അവിടെ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഏയ് എന്ന് വിളിച്ചു, യാ റാഹിബ്, ഏ പുരോഹിത. പിളങ്ങ തലട്ട് നോക്കി.
നോക്കിയപ്പോൾ ഉമർ തങ്ങൾ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. ഒന്നും പറഞ്ഞില്ല, പൊട്ടിക്കരഞ്ഞു. ചൂടും വെയിലും സഹിച്ച്, അന്നവും വെള്ളവുമില്ലാതെ, കുടുംബവും മക്കളുമില്ലാതെ, ഒറ്റക്കൊരു മലയുടെ മുകളിൽ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ആരാധിക്കാൻ, അയാളുടെ വിശ്വാസം കുഫറിന്റെ വിശ്വാസം. ഉമർ തങ്ങൾ യാ റാഹിബ്, ഏ പുരോഹിത, അയാളെ പുറത്തേക്ക് നോക്കി ആരായി വിളിക്കണത്? നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഉമർ തങ്ങളുടെ ആ വിളി അങ്ങ് അദ്ദേഹം കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്തേ ഖലീഫ, എന്തേ നിങ്ങൾ ഈ കരയുന്നത് എന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ എന്നോട് ഓതി കൊടുത്തു. ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിക്കുകയാണല്ലേ. തസ്ലാ നാറൻ ഹാമിയ, ഇത് കഴിഞ്ഞാൽ ചൂടുള്ള നരകത്തിലേക്കുമാണല്ലേ. ഇത് ഓർത്തിട്ട് കരയാണ്. വല്ലാത്തൊരു മെസ്സേജാണത്. 5 മണിക്കൂർ വഅദ് പറയുന്നതിന് തുല്യമാണ് 2 ആയത്ത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ കരഞ്ഞു. എന്തിനാ കരയുന്നത്? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. എത്ര അധ്വാനിക്കുന്നുടോ, എന്തെല്ലാം ക്ഷീണവും വെയിലും ജലദോഷം പനിയും പിടിച്ചിട്ടായി അധ്വാനിക്കണത്. എന്നിട്ട് നിങ്ങൾ ഹിദായത്തിലുമല്ല, നാളെ നരകത്തിലേക്കല്ലേ. ഞാൻ ഓർത്തിട്ട് കരയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് അധ്വാനിക്കാൻ പറയുന്നു. അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത് അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വ അബ്ദുർറഹ്മാൻ വ അസ്ദഖുഹാ ഹാരിസുൻ വ ഹുമാം വ അഖ്ബഹുഹാ ഹർബുൻ വ മുറ. അല്ലാഹുവിന്റെ ചില പേരുകൾ ഇഷ്ടമാണ്. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ പെട്ടത് അബ്ദുല്ലാഹി വ അബ്ദുർറഹ്മാൻ, അല്ലാഹുവിന്റെ അടിമ, കാരുണ്യവാന്റെ അടിമ എന്ന അബ്ദ് വെച്ച് വരുന്ന പേരുകൾ അല്ലാഹുവിന് വളരെയേറെ ഇഷ്ടമാണ്. വ അസ്ദഖുഹാ, ഒരു മനുഷ്യനോട് ഏറ്റവും യോജിക്കുന്ന പേര് ഹാരിസുൻ വ ഹുമാം, ഹാരിസ് ഹുമാം എന്ന പേരുകളാണ്. അബ്ശ്രിയ ഹാരിസ്, ഹാരിസ് സന്തോഷിച്ചോളൂ. മാഷാ അല്ലാഹ്. ഹാരിസ് എന്ന് പറഞ്ഞാൽ, ഹാരിസ് എന്ന് പറഞ്ഞാൽ ഗാഡ്. നമ്മുടെ ജ്വല്ലറിക്ക് കാവലിക്കൂല, രാത്രിയൊക്കെ കണ്ണൊക്കെ പൊടി കെട്ടിയിട്ട് കസാലിയിരുന്നിട്ട് ഉറങ്ങണ ഒരു പരിപാടി ഇല്ല. കള്ളന്മാർ 2 കൈയും പൂട്ടി കെട്ടിയിട്ട് ജ്വല്ലറി തുറക്കല്. അപ്പോ ജ്വല്ലറി പണിക്ക് നിൽക്കണല്ലോ, ഒന്നുകിൽ പകൽ ഉറങ്ങുക, എന്നാലേ ആ റാത്തിബ്, ആ ശമ്പളം ഹലാലാവുള്ളൂ. രാത്രി കടന്നുറങ്ങി എങ്ങനെ ആ പണി നടക്കുമോ? അപ്പോ അതിന് ഹാരിസ് എന്ന് പറയും, ഗേറ്റ് കീപ്പർ, പാറാവുകാരൻ. അത് ഹാരിസാണ്. നബി തങ്ങൾ പറഞ്ഞ ഹാരിസ്, ഹറസൽ അർള എന്ന് പറഞ്ഞാൽ ടു പ്ലഫ് ദ ലാൻഡ്. നമ്മൾ ഭൂമിയെ ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി ഉഴുതുമറിക്കൂലേ, അതിനാണ് ഹറസ എന്ന് പറയാം. ഹാരിസ് എന്ന് പറഞ്ഞാൽ കർഷകൻ. നബി തങ്ങൾ പറയാ ഒരു മനുഷ്യന് യോജിക്കുന്ന പേര് ഹാരിസും ഹുമാമുമാണ്. ഹുമാം എന്ന് പറഞ്ഞാൽ നല്ല മനക്കരുത്തുള്ള ആള്, എപ്പോഴും ഒരു ഹിമ്മത്ത്, ഏതൊരു കാര്യവും ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകള്. ആ ഒരു സ്വഭാവം, ആ പേര് ഹുമാം, ഹാരിസ്, ഇത് രണ്ടും മനുഷ്യനോട് യോജിക്കുന്ന പേരാ. എന്തെന്നറിയോ? ഒരു നിലം ഉഴുതു മറിക്കുന്ന പോലെ ജീവിതത്തിന്റെ കർമ്മഭൂമിയിൽ ഉഴുതു മറിക്കേണ്ടവനാണ് മനുഷ്യൻ. അധ്വാനിക്കണം, മനുഷ്യൻ അധ്വാനിക്കേണ്ടവനാണ്. അധ്വാനത്തിലേക്ക് സൂചിപ്പിക്കുന്ന പേരാണ് ഹാരിസ്, അതുപോലെ ഹുമാം. അതുകൊണ്ട് ഏറ്റവും സത്യസന്ധമായ പേര് ഹാരിസും ഹുമാമുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഖ്ബഹുഹാ, പേരുകളിൽ ഏറ്റവും മോശമായത് ഹർബുൻ വ മുറ. മുറ എന്ന് പറഞ്ഞാൽ കയ്പുള്ളത്, ഹർബ് എന്ന് പറഞ്ഞ യുദ്ധം. അന്നൊക്കെ ഹർബ് എന്നൊക്കെ പേരുടെ യുദ്ധം, ഒരാളുടെ പേര് അതാ യുദ്ധം. അബൂ സുഫിയാൻ എന്നിവരുടെ വാപ്പാന്റെ പേര് ഹർബ് എന്നാണല്ലോ. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. യുദ്ധം എന്ന പേര്. അന്ന് വെറും യുദ്ധം, അടിയും കൊലയാണ്, വേറൊന്നുമില്ല. മുറ എന്ന് പറഞ്ഞ കയ്പ്, മനുഷ്യന് ഇഷ്ടമില്ലാത്ത സാധനമാണ്. വെറുപ്പുണ്ടാക്കുന്നത്, ചോരച്ചൊരിച്ചിലുണ്ടാക്കുന്നത്, കലാപങ്ങൾ ഉണ്ടാക്കുന്നത്, വൈരാഗ്യമുണ്ടാക്കുന്നത്, ആ പേരുകളൊക്കെ അള്ളാഹ്ക്ക് വെറുപ്പാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പേര് അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ. പിന്നെ തസമ്മു ബി അസ്മാഇൽ അംബിയ.